സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വിഷു ഒക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു. നമ്മുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാന്നറിയാം. അപ്പൊ വിഷു ഒക്കെ ആയതുകൊണ്ട് 2 ദിവസം നമ്മൾ ക്ലാസ് ഇട്ടില്ല. എല്ലാവരും ആഘോഷത്തിന്റെയും തിരക്കിന്റെയും ഒക്കെ ആ ഒരു ഇതിലായിരുന്നു. അതുകൊണ്ട് ഞാനും കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് 2-3 ദിവസം ക്ലാസ്സുകൾ ഇട്ടില്ല എന്നും പറയുന്ന കാര്യം തന്നെയാണ്. ഒരുപാട് പേര് നമ്മളെ പേഴ്സണലായിട്ടും മെയിലായിട്ടും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, മിസ് എന്താ ക്ലാസ് ഇല്ലാത്തത്, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്രത്തോളം നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു, നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ആ ഒരു സന്തോഷമൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒരു വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സന്തോഷമല്ല. അപ്പൊ കമന്റ്സ് ഒക്കെ നോക്കി വഴിക്ക് ഇന്ന് ജസ്റ്റ് നമ്മൾ ക്ലാസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കണ്ടതാണ് ശരത് എന്ന് പറയുന്ന ഒരു ആള് എന്താ പറയാ, ചേച്ചി കാരണം ഞാൻ പുതിയൊരു ലാപ്ടോപ്പ് തന്നെ വാങ്ങിയെന്ന്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ലാപ്ടോപ്പ് ഒക്കെ വാങ്ങണം, എല്ലാവരും വാങ്ങി പഠിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഇത് ഇന്ന് പ്രത്യേകിച്ച് ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ക്ലാസ് കണ്ടു, ഇഷ്ടപ്പെട്ടു, പഠിക്കാൻ സാധിക്കുന്നു, അതറിഞ്ഞ് ലാപ്ടോപ്പ് ഒക്കെ വാങ്ങി എന്ന് അറിയുമ്പോൾ എന്താ പറയാ, ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഇനിയും എല്ലാവരും നമ്മുടെ ക്ലാസ് കാണുന്നവരൊക്കെ വാങ്ങിക്കണം, പറ്റുന്നവരൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളവരൊക്കെ വാങ്ങിക്കുക, വാങ്ങിച്ചിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. ഇതൊക്കെ നമുക്ക് നിസ്സാരമാണ്, വീട്ടിൽ ഇരുന്ന് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാതെ നമ്മൾ ഒരു സെന്ററിലും പോയി പൈസ കൊടുത്തിട്ടൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ കാര്യം തന്നെയാണ്. ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാലേ, നമ്മൾ ശരിക്കും പറഞ്ഞാലേ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പൊ ഹാർഡ്വെയർ എന്നും നമ്മൾ എപ്പോഴും കേൾക്കും, സോഫ്റ്റ്വെയർ എന്നും കേൾക്കും. അപ്പൊ അതായത് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാതിരുന്ന കാലത്ത് എന്താണ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്താണ് ഹാർഡ്വെയർ ഒരു ഐഡിയയും ഇല്ല എന്താ സംഭവം എന്ന്. അറിയാവുന്നവരൊക്കെ വിചാരിക്കും ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ. നമ്മൾ എപ്പോഴും പറയുമല്ലോ, അറിയാവുന്നവരെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. ഈ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു തുടങ്ങുന്നവർക്ക് ശരിക്കും പറഞ്ഞാല് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്താണ് ഹാർഡ്വെയർ അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ്വെയർ എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇത് അറിയാതിരുന്ന കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് എന്തൊക്കെയോ വലിയ സംഭവമാണ്, എന്താണ് ഒരു ധാരണയില്ല. പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്കറിയാവുന്നത് ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അപ്പം എന്താണ് ഹാർഡ്വെയർ അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ളത് വളരെ ലളിതമായിട്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ആർക്കും ഒരു ഡൗട്ടും വേണ്ട എന്താണ് ഹാർഡ്വെയർ അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ്വെയർ എന്ന്. നമ്മുടെ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് മാറി കിട്ടും. അത് ഞാൻ ഷുവറായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പം എന്താ പറയാ, അപ്പം ഇൻട്രോ ഇച്ചിരി ഒരു വലുതായി പോയി. കാരണം കുഴപ്പമില്ല, കാരണം എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് സമയമാണ്. അപ്പം അതുകൊണ്ടാണ് ഇൻട്രോ ഇച്ചിരി വലുതായി പോയത്. അപ്പൊ നമുക്ക് വേറെ വിശേഷമൊന്നുമില്ല. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, ഉച്ചയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമൊക്കെയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, കഴിഞ്ഞ ദിവസം കമന്റ്സ് നോക്കിയപ്പോ കണ്ടു ക്ലാസ് കണ്ടിട്ട് ഞാൻ തന്നെ 10 പേർക്ക് അയച്ചു കൊടുത്തെന്ന്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയാ, ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നും ഇല്ല. അപ്പം അതാരാണ് പറഞ്ഞതെന്ന് ഞാൻ ആ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ എല്ലാവരുടെയും കമന്റ്സും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സമയത്തിന്റെ തിരക്ക് മൂലമാണ് എനിക്ക് അന്നേരം റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ സമയം കണ്ടെത്തി ഞാനൊക്കെ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും ഓർത്താരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് പറയാനുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾ എന്തായാലും ചെയ്തോ, ഞാൻ സമയം പോലെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഹാർഡ്വെയർ അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ്വെയർ എന്ന് നോക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഹാർഡ്വെയർ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ നമ്മള് വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കും. അപ്പൊ എല്ലാരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും എന്തിനാ മിസ്സേ ഈ ഒരു ടെലിവിഷന്റെ പിക്ചർ കാണിച്ചിരിക്കുന്നത്, നമ്മൾ പഠിക്കുന്ന ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അല്ലേ എന്ന്. അപ്പൊ നമുക്ക് ടെലിവിഷന്റെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടിവിയുടെ കുറച്ച് കാര്യം കൂടെ പറഞ്ഞാലേ നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളുടെ എല്ലാവരുടെയും വീട്ടില് ടെലിവിഷൻ ഉണ്ട് അല്ലെങ്കിൽ ടി വി ഉണ്ട്. അപ്പൊ നമ്മൾ ടിവിക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. സിനിമ കാണാം, പാട്ട് കേൾക്കാം, അതുപോലെ ക്രിക്കറ്റ് കാണാം, ഫുട്ബോൾ കാണാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ഈ ടി വി എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിനെ നമുക്ക് പോയി ടച്ച് ചെയ്ത് നോക്കാൻ പറ്റും, നമുക്ക് പോയി തൊട്ട് നോക്കാനായിട്ട് പറ്റും. പക്ഷേ ടെലിവിഷന്റെ അല്ലെങ്കിൽ ടിവിയുടെ അകത്ത് കാണുന്ന സിനിമ അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോള് ഇതൊന്നും നമുക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റില്ല, നമുക്ക് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ഈ ഒരു ടി വി എന്ന് പറയുന്നതിനെ ഒരു ഹാർഡ്വെയർ എന്ന് പറയാം. അപ്പൊ ഹാർഡ്വെയർ എന്ന് പറയാൻ കാരണം നമുക്ക് അതിനെ ഈ ഹാർഡ്വെയർ എന്ന് പറയുന്നതിനെ കാണാനും പറ്റും, നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനും പറ്റും. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ടി വി നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനും പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ടേബിള് അല്ലെങ്കിൽ ചെയർ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് തൊട്ടു നോക്കാനും
പറ്റും. അപ്പൊ നമുക്ക് കാണാനും നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനും പറ്റുന്ന ഭാഗങ്ങളെ നമുക്ക് ഹാർഡ്വെയർ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്ന ടിവിയുടെ കാര്യം, ടിവി അല്ലെങ്കിൽ ടെലിവിഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് കാണാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനും പറ്റും. ഇപ്പൊ ടിവി എന്ന് പറഞ്ഞാല് അത് ഹാർഡ്വെയർ ആണ്. അപ്പൊ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരണം നമുക്ക് കാണാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനും പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നമുക്ക് ഹാർഡ്വെയർ എന്ന് പറയാം. ഇനിയിപ്പൊ നമ്മൾ ടിവിക്കകത്ത് കാണുന്ന സിനിമ അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ, ഇതൊക്കെ നമുക്ക് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് അതിനകത്തോട്ട് കയറി തൊട്ട് നോക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഒന്നുകൂടെ പറയാം, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാല് നമുക്ക് കാണാനും പറ്റും, തൊട്ട് നോക്കാനും പറ്റും. ഇനി നമ്മൾ സോഫ്റ്റ്വെയർ പറയുകയാണെങ്കിൽ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ, നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പാർട്സിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ഒരു ടെലിവിഷന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഇനിയിപ്പോ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ പാർട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കമ്പ്യൂട്ടർ, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇനി നേരിട്ട് കാണാത്തവരാണെങ്കിൽ ചിത്രങ്ങളിൽ കൂടെ എങ്കിലും കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞാല് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ ആണ്. സിംപിളി പറയുകയാണെങ്കിൽ ഡെസ്കിന്റെ ടോപ്പിൽ വെക്കുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡെസ്കിന്റെ ടോപ്പിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാല് എല്ലാ കാര്യങ്ങളും അതിനകത്ത് സെപ്പറേറ്റ് ആണ്. ഒരു സ്ക്രീൻ കാണും. ഈ ഒരു സ്ക്രീൻ നമ്മൾ മോണിറ്റർ എന്നാ പറയുന്നത്. നമ്മുടെ ക്ലാസ് കാണുന്നവർക്കൊക്കെ ഇപ്പൊ ഇതൊക്കെ എന്താ പറയാ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അറിയാം. ഇപ്പൊ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ ഒരു സ്ക്രീനെ നമ്മൾ മോണിറ്റർ എന്ന് പറയും, നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ കീബോർഡ്, മൗസ്, CPU, ഇനിയിപ്പോ പ്രിന്റർ വേണമെങ്കിൽ പ്രിന്റർ, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കമ്പ്യൂട്ടറാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. ഇനിയിപ്പോ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ മനസ്സിലായി. ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും അതിൽ തന്നെ ബിൽറ്റിൻ ആണ്, എല്ലാ കാര്യവും അതിൽ തന്നെ ഉണ്ട്. ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും സെപ്പറേറ്റ് ആണ്. അപ്പൊ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഹാർഡ്വെയർ അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ്വെയർ എന്ന്. അപ്പൊ ഇനി നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്താന്ന് നോക്കാം. സെയിം ആണ്, നേരത്തെ നമ്മൾ ടെലിവിഷന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാല് ദ ഫിസിക്കൽ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ നമുക്ക് ബാഹ്യമായി കാണാൻ പറ്റുന്ന, പുറത്ത് കാണാൻ പറ്റുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ടാഞ്ചിബിൾ ഇൻ നേച്ചർ. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് തൊട്ടു നോക്കാനും പറ്റും. അപ്പൊ അതാണ് അടുത്ത കാര്യം പറഞ്ഞേക്കുന്നത്. വി ക്യാൻ ടച്ച് ആൻഡ് സീൻ. നമുക്ക് കാണാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്യാനും പറ്റും. ഇനി നാലാമത്തെ പോയിന്റ് ആണ് പ്രധാനമായിട്ടുള്ളത്. നമുക്ക് ഈ ഒരു നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഹാർഡ്വെയർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഹാർഡ്വെയർ മാത്രമേ ഉള്ളെങ്കിൽ ഒരു കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടർ ഓണാക്കി, അതിനകത്ത് കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, CPU ഉണ്ട്, പക്ഷെ അത് ഓണായി വരുന്നില്ല. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഹാർഡ്വെയർ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ കൊണ്ട് ഒരു യൂസും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഒരു കാര്യമൊട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഇതാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പാർട്സ് ഏതൊക്കെയാണ്. ഹാർഡ്വെയർ പാർട്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിൽ വരണം, കാണാനും പറ്റും, ടച്ച് ചെയ്ത് നോക്കാനും നമുക്ക് പറ്റും. അപ്പൊ കമ്പ്യൂട്ടറിന്റെ കാണാനും നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനും പറ്റുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാല് CPU നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ തൊട്ടു നോക്കാനും പറ്റും. കീബോർഡ് കാണാൻ പറ്റും, തൊടാൻ പറ്റും. അതുപോലെ തന്നെ മൗസ്, കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ, നമ്മൾ കാണുന്ന ആ ഒരു സ്ക്രീന്. ഇനി സ്പീക്കർ, മൈക്രോഫോണ്, അല്ലെങ്കിൽ ഇത് സ്കാനർ. ഇനി മദർ ബോർഡ്, അല്ലാതെയുള്ള ബോർഡുകൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനും പറ്റും, അതുപോലെ തന്നെ തൊട്ട് നോക്കാനും പറ്റും. ഇനി ഒരു പ്രിന്റർ ഉണ്ടെങ്കിൽ പ്രിന്ററും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനും പറ്റും, തൊടാനും പറ്റും. അപ്പൊ പ്രിന്ററും എന്താണ്? ഹാർഡ്വെയർ ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കീബോർഡ്, മൗസ്, CPU, സ്പീക്കർ, മൈക്രോഫോണ്, അല്ലെങ്കിൽ സ്കാനർ, മദർ ബോർഡ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനും പറ്റും, തൊട്ട് നോക്കാനും പറ്റും. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഹാർഡ്വെയർ എന്ന് പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹാർഡ്വെയർ പാർട്ട് എന്ന് പറഞ്ഞാല് ഫിസിക്കലായിട്ട് നമ്മൾ പുറമേ കാണുന്ന, ബാഹ്യമായി കാണുന്ന പാർട്സ് ആണ്. കാണാനും പറ്റും, ടച്ച് ചെയ്ത് നോക്കാനും പറ്റും.
ഇനിയിപ്പോ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ആണ്. നമുക്ക് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ, നമുക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാല് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. അതായത് ഓരോ ഫങ്ഷൻസ് നമ്മളിപ്പോ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ആ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രോഗ്രാംസ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, കുറച്ചധികം പ്രോഗ്രാംസിന് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ മാത്രമേ പറ്റൂ, തൊട്ടു നോക്കാൻ പറ്റില്ല. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എന്ന് പറയാം. വാട്ട് ഈസ് സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സിമ്പിൾ ആണ്. സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, കുറെ അധികം പ്രോഗ്രാമുകളുടെ ഒരു കൂട്ടമാണ് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമുക്കതിനെ കാണാൻ മാത്രമേ പറ്റൂ, നമുക്ക് തൊട്ടു നോക്കാനായിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തെ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന MS വേർഡ് അല്ലെങ്കിൽ MS എക്സൽ അല്ലെങ്കിൽ MS പവർ പോയിന്റ്, ജാവ, നമ്മുടെ വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സ്, ആൻഡ്രോയിഡ്, ആന്റിവൈറസ്, നമ്മുടെ ജിമെയില്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചില പ്രോഗ്രാമുകൾ. പാട്ട് കേൾക്കണം, അതിനുള്ള സോഫ്റ്റ്വെയർ. നമുക്ക് പടം വരയ്ക്കണം, നമുക്കൊരു പടം MS പെയിന്റിൽ പടം വരയ്ക്കണമെങ്കിൽ ആ MS പെയിന്റ് എന്ന് പറഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കിയേ, സോഫ്റ്റ്വെയർ ആണോ ഹാർഡ്വെയർ ആണോ? MS പെയിന്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്തുള്ള കാര്യമാണ്. നമുക്ക് അതിനെ കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് MS പെയിന്റിനെ അതിനകത്ത് കയറി തൊട്ടു നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ കാണാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ട് ആ പ്രോഗ്രാംസ് ആണത് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ ഹാർഡ്വെയർ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിച്ചു. എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തുകയാണെങ്കിൽ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും പറ്റും, ടച്ച് ചെയ്ത് നോക്കാനും പറ്റും. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. അപ്പം അതിനെ നമുക്ക് കാണാൻ മാത്രമേ പറ്റൂ, നമുക്ക് തൊട്ട് നോക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ MS വേർഡിൽ നമ്മളൊരു കാര്യം നമ്മൾ ടൈപ്പ് ചെയ്തു, നമുക്കത് കാണാനേ പറ്റൂ, നമ്മൾ ടൈപ്പ് ചെയ്യുവാണ്, നമുക്ക് അതിനകത്തോട്ട് കയറി അതിനെ തൊട്ട് നോക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇത്രയുള്ള കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ വലിയ പ്രയാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇനി ആർക്കും തന്നെ നമ്മുടെ ക്ലാസ് കണ്ട ഒരാൾക്കും ഡൗട്ട് കാണത്തില്ല എന്താണ് ഹാർഡ്വെയർ അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ്വെയർ എന്ന്. അപ്പം നമ്മൾ ഹാർഡ്വെയറും പറഞ്ഞു, സോഫ്റ്റ്വെയറും പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഹാർഡ്വെയർ മാത്രമേ ഉള്ളൂ. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരണം കാണാനും പറ്റും, ടച്ച് ചെയ്ത് നോക്കാനും പറ്റുന്ന പാർട്സ്. അതായത് കീബോർഡ്, മൗസ്, CPU, മോണിറ്റർ, സ്കാനർ, പ്രിന്റർ, സ്പീക്കർ, ഇതൊക്കെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ, ഹാർഡ്വെയർ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. അത് നമുക്കൊന്നും അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോ നമ്മൾ മറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സോഫ്റ്റ്വെയറുകളെല്ലാം ഉണ്ട്. അതായത് പ്രോഗ്രാമുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. MS വേർഡ് ഉണ്ട്, MS എക്സൽ ഉണ്ട്, പടം വരയ്ക്കാനുള്ളതുണ്ട്, പാട്ട് കേൾക്കാനുള്ളതുണ്ട്, സിനിമ കാണാനുള്ളതുണ്ട്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഹാർഡ്വെയർ ഇല്ല, കീബോർഡ് ഇല്ല, അല്ലെങ്കിൽ മൗസ് ഇല്ല. കീബോർഡോ മൗസോ നമുക്കില്ല. നമുക്ക് അതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് രണ്ടുപേരും വേണം, ഹാർഡ്വെയറും വേണം, സോഫ്റ്റ്വെയറും വേണം. അപ്പൊ രണ്ടുപേരും പരസ്പരം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ ആരെങ്കിലും ഒരാളില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ വിത്തൗട്ട് ഹാർഡ്വെയർ അല്ലെങ്കിൽ വിത്തൗട്ട് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നമുക്ക് ഒന്നും ഒരു കാര്യവും അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ശരിയായിട്ടുള്ള രീതിയിൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ, നമുക്കതിനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, അത് ഒരു മീനിങ് ഫുൾ മെഷീൻ എന്ന് പറയുന്നത് ഹാർഡ്വെയറും വേണം, സോഫ്റ്റ്വെയറും വേണം. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാൽ മാത്രമേ അത് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒരാളെ കളഞ്ഞിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാല് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അത് പ്രധാനപ്പെട്ട കാര്യമാണ്, അത് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഹാർഡ്വെയർ എന്താണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്താണ് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ജസ്റ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് തരുവാണ്. നമ്മുടെ ക്ലാസ് കണ്ടവര് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടേക്കണം. മലയാളം എങ്കിൽ മലയാളം, ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് ജസ്റ്റ് കമന്റ് ആയിട്ട് ചെയ്ത് വിടുക. കാരണം നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളിൽ എത്തി എന്ന് എനിക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ജസ്റ്റ് സിമ്പിൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് വൈ TV ഈസ് കോൾഡ് എ ഹാർഡ്വെയർ പാർട്ട്? എന്തുകൊണ്ടാണ് നമ്മൾ TV ഹാർഡ്വെയർ പാർട്ട് എന്ന് പറയുന്നത്? നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം അതാണ്. അടുത്ത രണ്ടാമത് വാട്ട് ഈസ് എ ഹാർഡ്വെയർ? ഹാർഡ്വെയർ എന്താണ്? ഹാർഡ്വെയറിന്റെ ഒരു സിമ്പിൾ ഡെഫിനേഷൻ എന്താണ് എന്ന്. അടുത്തത് സോഫ്റ്റ്വെയർ എന്താണ്? പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു 4 എക്സാമ്പിൾസ്, ഗിവ് 3 അല്ല 4 എക്സാമ്പിൾസ്, ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും ഒരു 4 എക്സാമ്പിൾ വീതം ടൈപ്പ് ചെയ്യുക. ഇനി അടുത്തത്
ദ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. വൈ? രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്താണ്, ആശ്രയിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് രണ്ടുപേരും ഡിപ്പെൻഡ് ആണ് എന്ന് പറയുന്നതിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം സിമ്പിൾ ആയിട്ടൊന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. കാരണം അത് നിങ്ങൾ മനസ്സിലായി, നിങ്ങളിൽ എത്തി എന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പ്രയാസമൊന്നുമില്ല, എളുപ്പമാണ്. അപ്പൊ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർക്ക് ജസ്റ്റ് എന്തായാലും ചെയ്തിട്ട് അയക്കണം. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. നാളെ ഇപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.